എല്ലാവർക്കും ആപ്സ് ടെറസിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ വിഷുവിൻ്റെ അന്ന് എടുത്ത ഒരു വ്ളോഗാണിത്. അന്നത്തെ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് പോലെ ഞാൻ എടുത്ത ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അന്ന് ഞാൻ മാത്രം രാവിലെ എണ്ണീറ്റു. അപ്പം രാവിലെ ഒരു 6-6:30 ആയപ്പോഴാണ് എണ്ണീറ്റത്. പിന്നെ ആദ്യം തന്നെ കുളിച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ചു. അപ്പം കത്തിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ സദ്യവട്ടത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങാമെന്ന് വെച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരെയും വിളിച്ചുണർത്തി എല്ലാവരെയും കണി കാണിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിവിടെ വിളക്കൊക്കെ കൊളുത്തി. അപ്പോൾ വിഷുവിനാണെങ്കിൽ സദ്യ മുഴുവനും നമ്മൾ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രിപ്പറേഷൻസ് തലേന്ന് തന്നെ ചെയ്തു. ഒരുപാടൊന്നും ചെയ്തില്ല. വെജിറ്റബിൾ ഒന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ കുറച്ച് കടല വേവിച്ച് വെച്ചു, പരിപ്പ് വേവിച്ച് വെച്ചു. അത് രണ്ടും മാത്രം തലേന്ന് ചെയ്തു. ബാക്കിയെല്ലാം രാവിലെ നമുക്ക് വിളക്കൊക്കെ കത്തിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഡേ ലൈറ്റ് സേവിങ് ആയതുകൊണ്ട് തന്നെ നേരം വെളുക്കും. ഒത്തിരി ലേറ്റായിട്ട് ചിലപ്പോൾ 9 മണി 10 മണി ആ ടൈമിലായിരിക്കും ഇരുട്ടുന്നത്. അങ്ങനെയാണ്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. അപ്പം ആദ്യം തന്നെ നമുക്ക് സാമ്പാർ വെക്കാം. അപ്പം തലേന്ന് തന്നെ ഞാനാണെങ്കിൽ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ദോശയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് എടുക്കാം, രാവിലത്തെ ദോശയുടെ കൂടെ എടുക്കാം. അപ്പം പരിപ്പ് ആദ്യം തന്നെ കുക്കറിൽ ജസ്റ്റ് ഒന്ന് 2 വിസിൽ അടിക്കാനായിട്ട് കുക്കറിൽ വെച്ച് കഴുകിയിട്ട് ഞാൻ വെച്ചു. അപ്പം അതൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞിട്ട് അത് വേവുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ബാക്കി സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാമെന്ന് വെച്ചു. അപ്പം ഓൾമോസ്റ്റ് ഞങ്ങളതിന് മുന്നിലത്തെ ദിവസം തന്നെ കുറേ പർച്ചേസ് ചെയ്തായിരുന്നു പച്ചക്കറികളും കാര്യങ്ങളൊക്കെ. അതപ്പം അതിൻ്റെയൊക്കെ കുറച്ച് എടുത്ത് ഞാനിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സാമ്പാറാണ്. ഭയങ്കര ഇതായിട്ടുള്ളതൊന്നുമല്ല, ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നമ്മുടെ ഇതെല്ലാം അരിഞ്ഞ് പൊടികളും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ചതല്ല, സാധാരണ സാമ്പാർ പോലെ ഉള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിചാരിച്ചത് ചേട്ടനെയും കൂടെ വിളിച്ചിട്ട് കണി കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേട്ടൻ ബാക്കി കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ. അപ്പം ഞാൻ ചേട്ടനെയും വിളിച്ച് കണി കാണിച്ചിട്ട് ബാക്കി അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ സാമ്പാർ വെച്ചുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് യൂസ് ചെയ്യാം, ഉച്ചയ്ക്ക് സദ്യക്ക് യൂസ് ചെയ്യാം. അപ്പം സദ്യയൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനൊരു ഓപ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ രാവിലെ ദോശയോ ഇഡ്ഡലിയോ ആണെങ്കിൽ അതിനും ഈ ഒരു സാമ്പാർ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ കുക്കറിലാണെങ്കിൽ 2 വിസിൽ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ജസ്റ്റ് അതിൻ്റെ ഒരു വിസിൽ പോയി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാ പച്ചക്കറികളും അതിലോട്ട് ഇടുക. മാക്സിമം കിട്ടുന്ന എല്ലാ പച്ചക്കറികളും നമുക്കിടാം. അതിൽ ഇപ്പം കായ, അതുപോലെ ചേന അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ അത് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് അത് ഇച്ചിരി കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കുക്കറിൽ ഇടാൻ പറ്റത്തില്ല. അപ്പം ഞാനത് മാറ്റിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും, അപ്പം അളവിനനുസരിച്ച് ഇട്ടാൽ മതി. എത്ര അളവുണ്ടോ അതിനനുസരിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇടുക. ചിലർ മല്ലിപ്പൊടി ഇടില്ല. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടം അനുസരിച്ച് അങ്ങനെ ചെയ്യുക. പിന്നെ കുറച്ച് നമ്മൾ സാമ്പാർ പൊടിയും കൂടെ ഇടുന്നുണ്ട്. അപ്പം ഞാനിവിടെ MTRൻ്റെ സാമ്പാർ പൊടിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ചിലവർക്ക് അത് അത്ര ഇഷ്ടപ്പെടത്തില്ല. ഞങ്ങൾക്ക് അത് ഇഷ്ടമായതുകൊണ്ട് എടുത്തേക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു സാമ്പാർ പൊടി കുറച്ചും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കണം. അതുകൂടെ ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ
നമ്മൾ കഴിഞ്ഞു, സാമ്പാറിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ താളിച്ചാൽ മാത്രം മതി, വേറൊന്നും അതിന് പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണിത്. ചിലവർ വറുത്തരച്ചിടും, അത് കുറച്ചുകൂടെ ഇതായിരിക്കും. ഞങ്ങൾക്ക് ഇതാണ് കുറച്ചുകൂടി ഇഷ്ടം, അപ്പം അതുകൊണ്ട് ഇതാണ് വെക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച്, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ആ മേളിൽ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന അത്രയും രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ, അതിൻ്റെ ആവശ്യമുള്ളൂ. എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. അങ്ങനെ ഒരു 4 വിസിൽ വരെ അടുപ്പിച്ചാൽ മതി. അപ്പോൾ സാമ്പാറൊക്കെ വെച്ച് കഴിഞ്ഞ് ഞാൻ അവിയലിനുള്ളത് അരിയാൻ തുടങ്ങി. അപ്പോഴേക്കും ചേട്ടൻ കുഞ്ഞിനെയൊക്കെ എണ്ണിപ്പിച്ച് അവളെ കൊണ്ട് കണി കാണിക്കാമെന്ന് വെച്ചു. പുള്ളിക്ക് രാവിലെ ഇത്ര നേരത്തെ ഒന്നും എണ്ണീക്കാത്തതുകൊണ്ട് ഭയങ്കര മടിയായിരുന്നു. കണിയൊക്കെ കണ്ടിട്ട് വേഗം പിന്നെയും പോയി കിടക്കാമെന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ഇരിക്കുകയായിരുന്നു. ഉറക്കത്തിലായിരുന്നു എല്ലാം കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് മോളും ചേട്ടനും കൂടെ അവർ റെഡിയാകാനായിട്ട് പോയി. അപ്പം ഞാൻ ബാക്കി ഇനി അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിയലിനും പ്രത്യേകിച്ച് ഭയങ്കര പാടായിട്ടൊന്നുമില്ല, ജസ്റ്റ് അരപ്പ് മാത്രം നമ്മൾ റെഡിയാക്കണം. പിന്നെ അതിനകത്ത് ആക്ച്വലി ചേനയായിരുന്നു എടുക്കേണ്ടത്, പക്ഷേ എൻ്റെ ചേന ഇല്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ചേമ്പ് യൂസ് ചെയ്തു. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാ പച്ചക്കറികളും നമുക്ക് അതിനകത്ത് ഇടാം. അപ്പം അതെല്ലാം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. അപ്പം അത് അടച്ചു വെച്ച് വേവിച്ച സമയത്തേക്കും നമ്മുടെ സാമ്പാർ റെഡിയായി. അപ്പോൾ അത് ഞാൻ ഈ സ്റ്റൗവിൽ നിന്നങ്ങ് മാറ്റി. അപ്പോൾ അവിയലിൻ്റെ കഷ്ണം വേകുന്ന സമയത്ത് നമുക്ക് അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കണം. ഇവിടെ ആണെങ്കിൽ ഞാൻ ഫ്രോസൺ ആയിട്ടുള്ള തേങ്ങ ചിരകിയതാണ് വാങ്ങിക്കുന്നത്. കാരണം നമ്മളല്ലാത്ത ചിരകിയത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പെട്ടെന്ന് അഴുക്കായി പോകുന്നു. അത് ജസ്റ്റ് ഒന്ന് മൈക്രോവേവിൽ വെച്ച് ഒന്ന് ചൂടാക്കും. അത് കഴിഞ്ഞ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക, അതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ മിക്സിയുടെ ചെറിയ ജാറിലാണെങ്കിൽ ഈ ചിരകിയ തേങ്ങയില്ലേ അത് നമ്മൾ ഇടണം. എന്നിട്ട് അതിലോട്ട് നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞുള്ളി ഒരു 2 എണ്ണം കൂടെ ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജീരകം അതുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അരപ്പ് റെഡിയാവും. ഇനി പച്ചമുളകും വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി അരിഞ്ഞ് ആ ഒരു പച്ചക്കറികൾക്കകത്ത് പച്ചമുളക് ആഡ് ചെയ്തുകൊണ്ട് അത് ആഡ് ചെയ്തില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, അത്രയും മതി. അത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഒത്തിരി അങ്ങ് അരയണ്ട, ജസ്റ്റ് ഒന്ന് ഒരു പൾസ് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ അവിയലിൻ്റെ എല്ലാ പച്ചക്കറികളും വെന്തിട്ടുണ്ടാവും. അപ്പം അത് നല്ലോണം വെന്തോന്ന് ഏതെങ്കിലും ഒന്ന് ഒരു കിഴങ്ങോ എന്തെങ്കിലും ഒന്ന് ഉടച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പം അതിനകത്തോട്ട് ഞാൻ ആദ്യം ചെയ്തത് ഈ തൈര് ആഡ് ചെയ്യുമായിരുന്നു. ഇച്ചിരി തൈര് ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷമാണ് ഞാൻ ഈ അരപ്പ് ചേർത്തത്. അപ്പോൾ അതിൻ്റെ ഒരു പരുവം കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ ജസ്റ്റ് ഈ ഒരു സമയത്ത് തീ നല്ലോണം കുറച്ച് തന്നെ വെക്കണം, ഒട്ടും കൂട്ടാൻ പാടില്ല തൈര് ആഡ് ചെയ്യുമ്പോൾ. പിന്നെ നമ്മുടെ ഈ അരപ്പൂടെ ചേർത്ത് വേണമെങ്കിൽ അരപ്പ് ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇളക്കാം. അല്ലെങ്കിൽ അപ്പോൾ ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ വെച്ചാലും മതി. അത് കഴിയുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാവുന്നതാണ്. അപ്പം സദ്യയിൽ ഒരു കളർഫുൾ ഐറ്റം എന്തായാലും വേണമല്ലോ. അപ്പോൾ ബീട്രൂട്ട് പച്ചടി ആകുമ്പോൾ നല്ല കളർഫുള്ളായിരിക്കും. അപ്പം നോക്കിയപ്പോഴത്തേക്ക് മോള് എണ്ണീറ്റ്, അവൾ നല്ല ഉറക്കപ്പിച്ചിലാണ് എണ്ണീറ്റ് വന്നേക്കുന്നത്. അപ്പോൾ അവളവിടെ ഇങ്ങനെ സെറ്റിയിലിരുന്ന് ഇങ്ങനെ ചുമ്മാ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടൻ ആ സമയത്ത് റെഡിയായിട്ട് വന്നിട്ട് കുഞ്ഞിനെ ഒരുക്കാമെന്ന് വെച്ചു. അത് കഴിയുമ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞപ്പോഴാണ് അവിയലും സാമ്പാറും ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അതിനകത്ത് മുരിങ്ങയ്ക്ക ഇട്ടില്ല എന്നുള്ളത്. അപ്പം എന്ത് ചെയ്യാൻ, ഇവിടെ ഫ്രോസൺ മുരിങ്ങയ്ക്കയാണ് കിട്ടുന്നത്. അപ്പം മറ്റേ മുരിങ്ങയ്ക്ക അത്ര നല്ലതല്ല.
അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് സെപ്പറേറ്റ് വേവിക്കാമെന്ന് വെച്ചു. എന്നിട്ട് അത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിലിട്ട് ചെയ്യാമെന്ന് വെച്ചു. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരുമിച്ചിട്ട് ചെയ്യണം. ഇതിപ്പം എനിക്കത് ഇടാൻ മറന്നു പോയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതേ ഉള്ളൂ. അപ്പം നമുക്കിനി ബീട്രൂട്ട് പച്ചടിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാനിൽ എണ്ണ ചൂടാക്കിയതിന് കുറച്ച് എണ്ണ മതി. ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു ബീട്രൂട്ട് ഒന്നെങ്കിൽ ചെറുതായിട്ട് അരിയുക. ചിലർക്ക് ഒത്തിരി ചെറുതായിട്ട് അരിയുന്ന ഇഷ്ടമല്ല, ഒരു നല്ല കൊഴുകൊഴുത്ത രീതിയിലാണ് വേണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് ജസ്റ്റ് ഒരു പാനിൽ കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിക്കണം. അത്രയേ ഉള്ളൂ. അത് വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പൊക്കെ ചേർത്താൽ മാത്രം മതി. വേറെ വലിയ പണിയൊന്നുമില്ല അതിന്. അപ്പോൾ അത് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കുക. അത് വേവുന്ന സമയത്ത് നമുക്ക് കുറച്ച് അരപ്പ് റെഡിയാക്കാം. അതിനായിട്ടാണെങ്കിൽ തേങ്ങായും കുറച്ച് പച്ചമുളകും, അതിപ്പോൾ എത്ര അളവിനനുസരിച്ച് കുറച്ച് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ അതിനകത്ത് കടുകും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ആദ്യം ഒന്നിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എല്ലാം മിക്സ് ആക്കിയതിന് ശേഷമേ വെള്ളം ഒഴിക്കുക. അപ്പം നല്ല പേസ്റ്റ് പോലെ ഇതേപോലെ അരഞ്ഞു വരും. അതുകൂടെ ഈ വെന്തിട്ടുള്ള ഈ ഒരു ബീട്രൂട്ടിലോട്ട് നമ്മൾ ആഡ് ചെയ്യുക. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ തൈരോട് ആഡ് ചെയ്യുക. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ പുളിയുള്ളത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സാധാ തൈരായാലും മതി. എന്നിട്ട് അതും ആഡ് ചെയ്യുക. ഇപ്പം തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫാക്കണം. പിന്നെ ജസ്റ്റ് ഇതിനെ താളിച്ച് ചേർക്കുന്നതേ ഉള്ളൂ. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി ആ ഒരു ചൂടിൽ തന്നെ അത് കിടന്നോളും. അത്രയേ ഉള്ളൂ പച്ചടിയുടെ കാര്യം. നമ്മളപ്പോൾ സാമ്പാറും അവിയലും പച്ചടിയും ഉണ്ടാക്കി. അപ്പം സാമ്പാറിൻ്റെ ഗ്യാസ് എല്ലാം പോയി കഴിഞ്ഞിട്ട് ജസ്റ്റ് അതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മറന്നു പോയില്ലായിരുന്നു നമ്മുടെ എന്തായിരുന്നു മുരിങ്ങയ്ക്ക, അതുകൂടെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യായിരുന്നു. ഇതിലും കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവിയലിൽ ഞാൻ മറന്നുപോയായിരുന്നു, അതിലും ആഡ് ചെയ്തു. അപ്പോൾ അത് രണ്ടിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തത് നമുക്ക് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഞാനൊരു തോരൻ വെക്കാമെന്ന് വെച്ചു. അതായത് ക്യാബേജും പിന്നെ ക്യാരറ്റും കൂടെ ഉള്ള ഒരു തോരന്. അപ്പം നിങ്ങൾക്ക് ചോപ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഭയങ്കര എളുപ്പം. എൻ്റെ ചോപ്പർ കേടായി പോയതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. കുറച്ച് ഇതേപോലെ നമ്മൾ അരിഞ്ഞെടുത്താൽ മതി. അതിൽ തന്നെ പച്ചമുളകും കൂടെ അരിഞ്ഞിടുക. ഇപ്പം ക്യാബേജും ക്യാരറ്റും ഒരു അര സവാളയും പിന്നെ 2 പച്ചമുളകും ഇത്രയും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ പച്ചടിയില്ല, അത് ഞാൻ ഇതുപോലത്തെ ഒരു അലുമിനിയം ഇതുപോലത്തെ ഒരു ഇതിൽ ഞാൻ വെച്ചു. കാരണം നമുക്കത് ചൂടോടിരിക്കുകയും ചെയ്യും. നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്ത് വേണമെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം. അതുകൊണ്ട് ഞാൻ അങ്ങനൊരു ഇതിലാണ് വെച്ചത്. ഇനി നമുക്ക് നമ്മുടെ ക്യാബേജ് ക്യാരറ്റ് തോരന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണയും കടുകും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചിട്ട് നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റും ക്യാബേജും ഇല്ലേ, അത് ഫുള്ളായിട്ട് അങ്ങനെ വെക്കുക. പിന്നെ അതിനകത്ത് ഒരു ഇത്തിരി വെള്ളം ആഡ് ചെയ്യുക. ഒരുപാട് വെള്ളം ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. ഒരുപാട് ആഡ് ചെയ്യില്ല. അതും അവിടെ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. അതാവുന്ന സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കണം. അതിന് ഇതേപോലെ തന്നെ നമ്മൾ തേങ്ങയും ഇടുക. അതിന് ഒരു തോരനായതുകൊണ്ട് കുറച്ച് തേങ്ങ അധികം ഇട്ടാൽ അത്രയും ടേസ്റ്റ് കൂടും. അപ്പം നിങ്ങൾക്ക് എത്രയാണോ തേങ്ങ ഇഷ്ടം അതിനനുസരിച്ച് ആഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഒരു വെളുത്തുള്ളി 2 ചുമന്നുള്ളിയും ജീരകവും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി, ഒത്തിരി അരയരുത്, പൾസിലിട്ടാൽ മതി. ഒന്ന് കറക്കി എടുത്തിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ക്യാബേജും ക്യാരറ്റും വേഗം വേവും. അപ്പോഴത്തേക്ക് അതോടെ ആഡ് ചെയ്തിട്ട് ചിലവർ അത് എല്ലാം കൂടെ ഒരു കൂന പോലെ ആക്കിയിട്ട് ഒരു 2 മിനിറ്റ് വെക്കും, എന്നിട്ട് ഇളക്കും. അല്ലെങ്കിൽ അപ്പം തന്നെ ഇളക്കി വെച്ചാലും മതി, അത് വെന്തായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമ്മുടെ ക്യാരറ്റ് ക്യാബേജ് തോരനും റെഡിയായി.
അപ്പം അത്രയും റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് മോളും റെഡിയായി. അവൾ ചേട്ടൻ കുളിപ്പിച്ച് റെഡിയാക്കി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അമ്പലത്തിൽ പോകണം. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്പലം ഒരു 8-8:30 തൊട്ടേ തുറക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്തേ നമ്മൾ അമ്പലത്തിൽ പോകത്തുള്ളേ. അപ്പം നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ പോകുന്നതിന് മുന്നേ നമ്മൾ ഉണ്ടാക്കിയെല്ലാം ഞാൻ ഈ ഒരു അലുമിനിയം ഈ ഒരു ഇതിൽ ഇട്ടിട്ട് ഞാനതെല്ലാം അതിനകത്ത് ഞാൻ താളിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു എല്ലാത്തിലും. അപ്പോൾ ഒന്നിച്ചങ്ങ് താളിക്കാമെന്ന് വെച്ചു. അപ്പം കടുകും വറ്റൽമുളകും കരിവേപ്പില ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കടുക് വറുത്തു. എന്നിട്ട് നമ്മുടെ സാമ്പാർ പിന്നെ നമ്മുടെ പച്ചടി അതിനകത്തായിരുന്നു താളിക്കാനുണ്ടായിരുന്നു. അപ്പം രണ്ടിലും കുറേശ്ശെ ആ താളിച്ച എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ പോകാം. ദുർഗാദേവിയുടെ അമ്പലമാണ്. അപ്പം മോള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവൾക്ക് ഇപ്പം ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ തന്നെ മനസ്സിലായി വെളിയിൽ എവിടെ പോകുന്നുണ്ടെന്നുള്ളത്. ഇവിടെ ആണെങ്കിൽ എല്ലാവരും ബാക്കിലാണ് കുട്ടികളെ ഇരുത്തുന്നതൊക്കെ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. ആരും ഇല്ലായിരുന്നു അമ്പലത്തിൽ. സത്യം പറഞ്ഞാൽ ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഏരിയയിൽ കുറവാണ് മലയാളീസ്. ആകെ ഒരാളോ എന്തോ ഉണ്ടായിരുന്നുള്ളൂ അമ്പലത്തിൽ. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു അമ്പലമാണ്. അമ്പലം അടിപൊളിയാണ്. പിന്നെ നമ്മുടെ കൂട്ടത്ത് 4 അമ്പലം അല്ലെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ചു വന്ന് നമ്മൾ ദോശയൊക്കെ ചുട്ട് കഴിച്ചിട്ട് നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് പോകാം. ബാക്കി ഉള്ള സദ്യാവട്ടങ്ങളും നമ്മൾ അരിയും അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതെല്ലാം ഇത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ചെയ്യാമെന്ന് വെച്ചു. അപ്പം ദോശയെല്ലാം ഇട്ട് ആദ്യം മോക്ക് കൊടുത്തു. അപ്പം ഞാൻ ചുട്ടിട്ട് ആദ്യം മോക്ക് കൊണ്ട് കൊടുത്തു. അപ്പോൾ അവൾ ആകുമ്പോൾ കഴിക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ചേട്ടന് കൊടുത്തോളും. ആ സമയത്ത് നമുക്ക് ബാക്കി സദ്യയുടെ ബാക്കി കാര്യങ്ങളൂടെ നോക്കാം. അടുത്തത് നമ്മൾ അരി ഇടുമായിരുന്നു. അപ്പം അരി ഇടാൻ ഇവിടെ ആണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ അവിടുത്തെ എല്ലാ അരിയും കിട്ടാറുണ്ട്. ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോഴ്സിൽ കൂടുതൽ കിട്ടാറുണ്ട്. ഞങ്ങളിവിടെ ആക്ച്വലി മറ്റേ പട്ടേൽ ബ്രദേഴ്സ് പിന്നെ ഹൗസ് ഓഫ് സ്പൈസസ് അങ്ങനത്തെ 1-2 കടകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കിട്ടാറുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഞാൻ അരി വെച്ചതിന് ശേഷം ഇനി കൂട്ടുകറി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് വാഴയ്ക്കായും ചേമ്പും വേണമായിരുന്നു. ചേന വേണമായിരുന്നു. പക്ഷെ ചേന കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് വാഴയ്ക്ക മാത്രം ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ആ ചേമ്പല്ലല്ലോ വാഴയ്ക്ക ഇങ്ങനൊന്ന് നമ്മളത് വേവിച്ചെടുക്കുകയാണ്. എനിക്കാണ് ചേനയും ചേമ്പും വാഴയ്ക്കയും എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ ഞങ്ങൾ പാല് തിളപ്പിക്കാൻ വെച്ചു. സാമ്പാറല്ല, പായസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പായസത്തിൻ്റെ സെക്ഷൻ മുഴുവൻ ചേട്ടനാണ്. അപ്പം ഏട്ടന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പായസം വെക്കുന്നത്. അപ്പം ആൾ ഫുള്ളായിട്ട് പായസം വെച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വാഴയ്ക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇനി കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണമായിരുന്നു. തേങ്ങ നല്ലോണം ബ്രൗൺ കളറാവുന്നിടം വരെ വറുത്തെടുത്തതിന് ശേഷം അതിനകത്ത് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. പിന്നെ ഇതിന് വേണ്ടിയിട്ട് കടലയും കൂടെ നമ്മൾ വേവിച്ച് വെക്കണം. ഞാൻ തലേന്നേ വേവിച്ച് വെച്ചു. കറുത്ത കടലയാണെങ്കിൽ നല്ലത്. അപ്പോൾ എൻ്റെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വെള്ളക്കടലയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കറുത്ത കടല വെക്കുക. അപ്പോൾ അതൊന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇനി പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. പരിപ്പ് കറിക്ക് തേങ്ങ, ജീരകം, കുഞ്ഞുള്ളി, പച്ചമുളക്, പിന്നെ ഒരു വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇത്രയും നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം ഒഴിച്ച് നല്ലോണം ആദ്യം വെള്ളം ഒഴിക്കൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായി കഴിഞ്ഞിട്ട് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം ഞാൻ തലേന്ന് തന്നെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ കടുകും പിന്നെ അതുപോലെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ ആ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പരിപ്പ് അതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പം ഇന്നാണ് പരിപ്പ് വെക്കുന്നതെങ്കിൽ
പരിപ്പ് ഇതിന് മുന്നേ ഒന്ന് വേവിച്ച് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചാൽ മതി. അതിനുശേഷം നമ്മുടെ അരപ്പ് ഇതിലോട്ട് ഒഴിച്ചാൽ മതി. അത്രയേ ഉള്ളൂ സംഭവം. ആ ഒരു അരപ്പ് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് അതൊന്ന് വേവുന്ന ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ പരിപ്പിൻ്റെ. അത്രയും കഴിഞ്ഞാൽ പരിപ്പ് റെഡിയായി. ഇനി അടുത്തതായിട്ട് കുറച്ച് ഉപ്പുകൂടി ഇടാൻ മറക്കരുത്. അപ്പോൾ ഉപ്പുകൂടി ഇട്ടിട്ട് അത് ഞാനൊന്ന് മാറ്റി വെച്ചു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയും നമുക്ക് കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ്. അതിന് ഒന്നുമില്ല, ജസ്റ്റ് തേങ്ങയിൽ കുറച്ച് ജീരകം മാത്രം ആഡ് ചെയ്തൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി വാഴയ്ക്കായും പിന്നെ നമ്മുടെ കടലയും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ഞാൻ കടല നേരത്തെ വേവിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങയും ജീരകം കൂടി ഇട്ട അരപ്പുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യണം. കൂട്ടുകറി എന്ന് പറഞ്ഞാൽ കുറച്ച് എരിവ് വേണ്ടതായതുകൊണ്ട് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്നതിനകത്ത് കുരുമുളകുണ്ടല്ലോ. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് ചേട്ടന് പായസം എല്ലാം റെഡിയാക്കി. അപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്തതും കൂടെ ഇട്ടു. അപ്പം ആ ഒരു സൈഡിൽ പായസവും റെഡിയായി കഴിഞ്ഞു. അപ്പം അതും കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ ഈ ഒരു കൂട്ടുകറിയും കൂടെ ഉള്ളൂ. ഈ കൂട്ടുകറി ജസ്റ്റ് ഇതൊന്ന് ആയിക്കഴിഞ്ഞപ്പം കുറച്ച് എരിവിന് വേണ്ടി ഞാൻ കുറച്ച് കുരുമുളക് കൂടെ ആഡ് ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ അത് കഴിഞ്ഞ് ആ ഒരു തേങ്ങ ആഡ് ചെയ്തപ്പോൾ അത് കുറച്ച് താഴെ വീണു പോയി. അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു കുറച്ചുകൂടെ കുറുകിയിരിക്കണം, മീൻസ് അത് കുറച്ച് ഡ്രൈ ആയിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് അതൊന്ന് കുറച്ച് മയത്തിലാക്കി അതും റെഡിയാക്കി ഇതുപോലെ ഞാൻ ഇതിൽ ഇട്ട് വെച്ചു. അപ്പം നമ്മുടെ ഇത്രയും കറികൾ റെഡിയായി കഴിഞ്ഞു. എന്തൊക്കെ സാമ്പാർ, അവിയൽ, പിന്നെ ബീട്രൂട്ട് പച്ചടി, പിന്നെന്തായിരുന്നു കൂട്ടുകറി, പിന്നെ പരിപ്പ് കറി, ഇത്രയും റെഡിയായി. പിന്നെ ക്യാബേജ് തോരൻ, അത്രയും നമ്മൾ റെഡിയായി കഴിഞ്ഞു. അപ്പം ഇനി ലാസ്റ്റ് ഞാൻ വെച്ചു മോര് കറിയും കൂടെ ആഡ് ചെയ്യാം, പുളിശ്ശേരി. അപ്പം അതിന് വേണ്ടിയിട്ട് തൈര് ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളൊന്ന് അടിച്ചു വെക്കണം. എന്നിട്ട് ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു പുളിശ്ശേരിയാണ്. അതിനകത്ത് ഓയിൽ ആഡ് ചെയ്യുന്നു. അതിനകത്തോട്ട് നമ്മുടെ കടുകൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് അത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ വറ്റൽമുളകും കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്യണം. അതുകൂടെ ഒന്ന് സ്പ്ലിറ്റ് ഇതായി കഴിയുമ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും പിന്നെ പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അതുകൂടെ ഇതിനകത്ത് ഇട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്ത് അതിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നിടം വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഞാൻ കടുക് പൊട്ടിച്ചപ്പോൾ കുറച്ച് ഉലുവായും കൂടെ ഇട്ടിരുന്നു കുറച്ച്. അപ്പോൾ അത് മറക്കല്ലേ, അതുകൂടെ ഇടണം. അതിനുശേഷം നമ്മുടെ ഈ ഒരു മോര് തൈര് ഇതുപോലെ ആഡ് ചെയ്തിട്ട് ഉപ്പൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് അപ്പോഴത്തേക്ക് തീ ഓഫ് ആക്കുക. ജസ്റ്റ് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മുടെ പുളിശ്ശേരി ഭയങ്കര ഈസി പുളിശ്ശേരിയാണ്. അപ്പം അത് റെഡിയായി കഴിഞ്ഞു. അപ്പം അത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി ക്ലീനിങ് ആണ്. അപ്പം ചേട്ടൻ കുറച്ച് നമ്മുടെ പാത്രമൊക്കെ കഴുകി തന്നു. അപ്പം ഞാൻ അപ്പോഴത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ അരിയൊക്കെ ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും എല്ലാം റെഡിയായി. അപ്പോഴത്തേക്ക് ബാക്കിയെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് വരും. അപ്പോൾ അവർക്കൂടെ എല്ലാം കൊടുത്തിട്ട് നമുക്ക് കഴിക്കാമെന്ന് വെച്ചു. അപ്പം ഇതുകൂടെ കഴിഞ്ഞ് നമ്മുടെ ഇപ്പോഴത്തെ പണിയെല്ലാം കഴിഞ്ഞു. അപ്പം അടുത്തതായിട്ട് നമ്മുടെ സദ്യാവട്ടത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കാണാം. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ സദ്യാവട്ടം. അവിയൽ, പിന്നെ കൂട്ടുകറി, പിന്നെ ഞാൻ 2 ദിവസം മുന്നേ തന്നെ ഇഞ്ചിപ്പുളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തോരന്, പിന്നെ ബീട്രൂട്ട് പച്ചടി, പിന്നെ അതുപോലെ ഇത് അച്ചാർ, ഇത് നമ്മൾ വാങ്ങിയ അച്ചാറാണ്. പിന്നെ പപ്പടം വറുത്തു, അത് പിന്നെ ചോറ്,
പിന്നെ ആദ്യം നമ്മൾ പരിപ്പ് കറിയാണല്ലോ ഇടുന്നത്. അപ്പോൾ പരിപ്പ് കറി കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു. അപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി. കാരണം കുറേ നാൾ കൂടിയിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്, ഇത്രയും കറി കൂട്ടി കഴിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് സാമ്പാറും കൂടെ ആഡ് ചെയ്ത് അതും കുറേശ്ശെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ തന്നെ വയറ് ഫുള്ളായി. പായസം കഴിക്കാൻ തന്നെ സ്ഥലമില്ലാതായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചെറിയ അടയില്ലേ, അതായിരുന്നു ഉണ്ടാക്കിയ പായസം. അപ്പോൾ അത് കുറച്ച് പഴവും പപ്പടവും ഒക്കെ ഇട്ട് അതുകൂടെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളിയായി. അപ്പം ലാസ്റ്റ് നമ്മുടെ പുളിശ്ശേരിയും കൂടി ഇട്ടിട്ട് അങ്ങനെ സദ്യ അടിപൊളിയായി. പിന്നെ ഈ ഒരു മോരും ഉണ്ടാക്കി, അത് ചേട്ടനാണ് ഉണ്ടാക്കിയത്. അതുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അടിപൊളി സദ്യയും കഴിഞ്ഞു, ഹാപ്പിയായി. അപ്പോഴത്തേക്ക് മോള് ഇപ്പം ഭയങ്കര കുറച്ച് കുറുമ്പൊക്കെ കൂടുതലാണ്. നമ്മൾ എടുത്ത ഓരോ സാധനങ്ങൾ അടുക്കി വെച്ചതെല്ലാം എടുത്ത് ആക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.